മണി ഇൻ ദി ബാങ്ക് മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരേക്കും മണി ഇൻ ദി ബാങ്കിൽ 4 മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി വേറെ മാച്ചൊന്നും ആഡ് ആവാൻ ചാൻസ് ഇല്ല. അതുപോലെ മണി ഇൻ ദി ബാങ്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജൂൺ 8-ാം തീയതിയാണ് മണി ഇൻ ദി ബാങ്ക് നമ്മൾക്ക് ലൈവായി കാണാൻ സാധിക്കുക. രാവിലെ 4:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മറക്കാതെ കാണുക രാവിലെ 4:30. പിന്നെ കിക്ക് ഓഫ് യൂട്യൂബിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യും. അത് വെറുതെ ഇരുന്ന് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ മണി ഇൻ ദി ബാങ്കിന് മുൻപായിട്ട് മറ്റൊരു സ്പെഷ്യൽ WWE നടത്തുന്നുണ്ട്, വേൾഡ് കൊളൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ നമ്മൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ യൂട്യൂബിലാണ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ശനിയാഴ്ച വൈകുന്നേരം 12:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യും. ലോജിക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഞായറാഴ്ച പുലർച്ചെ 12:30. അപ്പോൾ ആ ഷോ കഴിഞ്ഞതിന് ശേഷം, അതായത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് മണി ഇൻ ദി ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുക. ആ ഷോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ എല്ലാ പ്രൊഡിക്ഷൻ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ പറയുന്ന എല്ലാ പ്രൊഡിക്ഷൻസും കറക്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് IC ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. IC ചാമ്പ്യൻ ലൈറ വൽക്കീരിയ വേഴ്സസ് ബെക്കി ലിഞ്ച്. അപ്പോൾ ഈ മാച്ച് മുൻപ് വന്നപ്പോൾ വളരെ സിമ്പിളായിട്ട് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിച്ചു, ലൈറ വൽക്കീരിയ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്ന്. എന്നാൽ ഇപ്പോൾ ഈ മാച്ച് വന്ന സമയത്ത് അല്പം ബുദ്ധിമുട്ടായിട്ടാണ് ഉള്ളത്. അതായത് ബെക്കി ലിഞ്ച് ഈ മാച്ചിൽ വിൻ ചെയ്യാനുള്ള ചാൻസ് ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. നമ്മൾക്കറിയാം ഈ മാച്ചിൽ എങ്ങനെ പോയാലും ബെയ്ലി റിട്ടേൺ ചെയ്യും, ബെക്കി ലിഞ്ചിനെ അറ്റാക്ക് ചെയ്യും എന്ന്. എന്നാൽ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ബെയ്ലി റിട്ടേൺ ചെയ്ത് ലൈറ വൽക്കീരിയനെ അറ്റാക്ക് ചെയ്ത് ബെക്കി ലിഞ്ചിൻ്റെ കൂടെ ടീമാകും എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ റൂമറെല്ലാം വരുന്നുണ്ട്. അതായത് ബെക്കി ലിഞ്ചിൻ്റെ ഒപ്പം ചേർന്ന് ബെയ്ലി ഒരു ഹീൽ ടേൺ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ ഈ മാച്ചിൻ്റെ പ്രത്യേകത, ഈ മാച്ചിൽ ബെക്കി ലിഞ്ച് തോറ്റുപോയ ലൈറ വൽക്കീരിയ ചാമ്പ്യനായിട്ടുള്ള കാലം IC ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകാൻ സാധിക്കില്ല. അതുപോലെ ലൈറ വൽക്കീരിയ തോറ്റുപോയ ബെക്കി ലിഞ്ചിനെ അംഗീകരിക്കേണ്ടി വരും. അതായത് അവരാണ് ബെസ്റ്റ് വുമൺ റെസ്ലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് ഉയർത്തേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഈ മാച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ ഞാൻ പറയുന്ന റിസൾട്ടും തെറ്റിപ്പോയേക്കാം. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബെക്കി ലിഞ്ചാണ്. അതായത് ബെക്കി ലിഞ്ച് വിൻ ചെയ്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ബെയ്ലി വരാൻ പോകുന്നതും. ശേഷം ഇവർക്ക് തമ്മിലുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. അതല്ല, മാച്ചിനേക്കാൾ മുൻപ് വരാണെങ്കിൽ ലൈറ വൽക്കീരിയയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബെക്കി ലിഞ്ചാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെക്കി ലിഞ്ചിനൊപ്പം ബെയ്ലിയും ഹീൽ ടേൺ ചെയ്താൽ അത് വേറെ ലെവലായിരിക്കും. ഇതിൽ രണ്ടാമത്തെ മാച്ചായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ജോൺ സീന ആൻഡ് ലോഗൻ പോൾ വേഴ്സസ് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ജയ് യൂസോ ആൻഡ് കോഡി റോഡ്സ്. ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൻ്റെ റിസൾട്ട് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. അതായത് ഈ മാച്ചിൽ വേൾഡ് ചാമ്പ്യൻ ജയ് യൂസോ ആൻഡ് കോഡി റോഡ്സ് ഇവരാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ മാച്ചിൽ ഇവർ വിൻ ചെയ്താലേ ഇനി അങ്ങോട്ട് സ്റ്റോറി ലൈൻ കറക്റ്റായിട്ട് പോകും. പക്ഷേ ജോൺ സീനയെ ഇപ്പോൾ കാണിക്കുന്നത് എന്ത് ഉടായ്പ കാണിച്ചിട്ടായാലും മാച്ച് വിൻ ചെയ്യുന്നത് പോലെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രൊഡിക്ഷൻ ജയ് യൂസോ ആൻഡ് കോഡി റോഡ്സ്. നമ്മൾ മൂന്നാമതായി നോക്കാൻ പോകുന്ന മാച്ച് വുമൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചാണ്. അലക്സ ബ്ലസ്, റോക്സാൻ പെരസ്, റിയ റിപ്ലി, നയോമി, ജൂലിയ, സ്റ്റെഫനി വാൾക്കർ ഇവർക്കാണ് വുമൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ബ്രാൻഡിൻ്റെ റിസൾട്ട്സിനെ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്മാക്ഡൗൺ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ 2025 മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യാൻ സാധ്യതയുള്ളത് നയോമിക്കാണ്. അതായത് നയോമി 2025 മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്തേക്കാം. അതുപോലെ റോ നോക്കുന്ന സമയത്ത് വിൻ ചെയ്യാൻ സാധ്യതയുള്ള റെസ്ലർ ഇപ്പോൾ NXTയിൽ നിന്നും വന്ന റോക്സാൻ പെരസ് ആണ്. അതായത് റോക്സാൻ പെരസ് 2025 മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരിൽ ഒരാളായിരിക്കാം വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മണി ഇൻ ദി ബാങ്ക് സ്മാക്ഡൗണിലുള്ള ടിഫനി സ്ട്രാറ്റൻ വിൻ ചെയ്തതുകൊണ്ട് ഇപ്രാവശ്യം റോയിലുള്ള റോക്സാൻ പെരസ് വിൻ ചെയ്യും എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ റോക്സാൻ പെരസ് ആണ്. ഇനി പറയാൻ സാധിക്കില്ല, റോയിലുള്ള സ്റ്റെഫനി വാൾക്കറിന് മണി ഇൻ ദി ബാങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ പ്രൊഡിക്ഷൻ റോക്സാൻ പെരസ് ആണ്. റോയിൽ നിന്നായിരിക്കും ഇപ്രാവശ്യം വുമൻസ് മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യുക. അടുത്തത് മെൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ച്. അപ്പോൾ ഈ മാച്ച് നടക്കാൻ പോകുന്നത് സോളോ സിക്കാവ, LA നൈറ്റ്, ആൻഡ്രോയിഡ്, പെൻറ്റ, എൽ ഗ്രാൻഡെ അമേരിക്കാനോ, സെത്ത് റോളിൻസ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിലും ഞാൻ 2 ബ്രാൻഡിൽ നിന്നും റെസ്ലേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്മാക്ഡൗൺ ബ്രാൻഡ് ആണെങ്കിൽ LA നൈറ്റ് വിൻ ചെയ്യാനായിട്ടാണ് സാധ്യത.
അതുപോലെ റോ ബ്രാൻഡ് ആണെങ്കിൽ സെത്ത് റോളൻസിന്റെ പേരാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾക്കറിയാം റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യും മണി ഇൻ ദി ബാങ്കിൽ. റോമൻ റെയിൻസ് വന്നതിന് ശേഷം സെത്ത് ടീമിനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേ സെഗ്മെന്റിൽ CM പങ്കും വന്ന് റോമനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സെത്ത് റോളൻസ് മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യുന്നത് അതുകൊണ്ട് നടക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതായത് സെത്ത് എടുക്കാൻ പോകുന്ന സമയത്തായിരിക്കാം റോമന്റെ തീം മ്യൂസിക് പ്ലേ ആവുക. മുൻപ് മുസ്തഫ അലി എടുക്കാൻ പോയപ്പോൾ ബ്രോക്ക് ലെസ്നർ വന്നതുപോലെ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സെത്തിനെ നമ്മൾക്ക് ഒഴിവാക്കാം. അതുപോലെ ഫിൻ ബാലറിന് വിൻ ചെയ്യാൻ ചാൻസ് ഇപ്പോൾ കാണുന്നില്ല. ഫിൻ ബാലർ IC ചാമ്പ്യൻഷിപ്പിന്റെ പുറകെയാണ് പോകുന്നത് ഡൊമിനിക്കിന്റെ കൂടെ. അതുപോലെ സോളോ സിക്കാവ സ്മാക്ക് ഡൗണിലും വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാൻ ഉണ്ട് ജേക്കബ് ഫോർട്ടിന്റെ കൂടെ. അപ്പോൾ ഇത്തരത്തിൽ റിസേർട്സിനെയൊക്കെ ഒഴിവാക്കി നോക്കുമ്പോൾ സ്മാക്ക് ഡൗണിലെ എല്ലാ നൈറ്റും റോ ബ്രാൻഡിൽ നിന്നും എൽ ഗ്രാൻഡ് അമേരിക്കാനോ ചിലപ്പോൾ വിൻ ചെയ്തേക്കാം. അതായത് എൽ ഗ്രാൻഡ് അമേരിക്കാനോയ്ക്ക് ഇപ്പം നല്ല സപ്പോർട്ടെല്ലാം കിട്ടുന്നത് കൊണ്ട് WWE ഇങ്ങനെയും ചെയ്തേക്കാം. നിങ്ങൾക്ക് മുൻപ് ഓർമ്മയുണ്ടാവും നിക്കി ASH എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിക്കി ക്രോസിനെ കൊണ്ടും മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ കറക്റ്റായിട്ടുള്ള പ്രൊഡിക്ഷൻ നോക്കുന്ന സമയത്ത് ഇത്തവണ സ്മാക്ക് ഡൗൺ ബ്രാൻഡിലേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഡാമിൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്തത് റോ ബ്രാൻഡിലെ. അപ്പോൾ LA Knight ആണ് ഇപ്രാവശ്യം മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം തന്നെ വിൻ ചെയ്യേണ്ടതായിരുന്നു. അന്ന് Triple H കഞ്ഞിയൂടി മുട്ടിച്ചു. ഇപ്രാവശ്യം LA Knightന് കൊടുക്കുമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് 2025 മെൻസ് മണി ഇൻ ദി ബാങ്ക് LA Knight ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺഡ്രൈഡ് പെൻറ്റ ഇവർക്കൊന്നും ചാൻസ് ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവന്മാർ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള മൂവ് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതിനാണ് ഇവരതിൽ ആഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ LA Knight ആണ് എൻ്റെ പ്രൊഡിക്ഷൻ. കൺഫേമായി നടക്കുമെന്നല്ല. അതുപോലെ റോമനും ടീമും വരാൻ നേരം വൈകിയ റോ ബ്രാൻഡിലെ മണി ഇൻ ദി ബാങ്ക് സെത്ത് കൊണ്ടുപോയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മണി ഇൻ ദി ബാങ്കിനെ പറ്റി പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.